ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആർക്കിടെക്ചർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നല്ല വൃത്തിയുള്ള വെള്ളമാണ് കേട്ടോ. മറീന ബീച്ച് ഒരു വലിയ പാർക്കാണ്, മറ്റേനേക്കാളും കുറച്ചുകൂടി വലിയ പാർക്കാണ് കേട്ടോ. എല്ലാ നടന്മാരുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഷാറുഖ് ഖാൻ അടുപ്പിൽ നിന്ന് എടുത്ത് നേരെ വാക്കിയത്. ആഹാ, ഇത്രയും വൃത്തികെട്ട ബീച്ച് ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ലേ. കൊള്ളാല്ലേ. സോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ MGRഉം ജയലളിത മെമ്മോറിയൽ ഒരു പാർക്ക് പോലെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയിട്ടൊക്കെ വരാം. ഒരു 5 കാലമായി. പക്ഷേ ഈ സമയത്തൊക്കെ സാധനം തിരക്ക് വരണം എന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് എൻ്റെ ഒരു കസിൻ്റെ വീട് ഇവിടെയാണ്. അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ചേച്ചിയെ പറഞ്ഞു 5 മണിയൊക്കെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്ക് കാണത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കിൽ കാണുന്നില്ലേ, ഇതാണ് ശരിക്കും അതിൻ്റെ ആർച്ച് കേട്ടോ. ഭയങ്കര വലിയ ആർച്ച് എടുത്താൽ തലയിൽ ചിറവ് മുളച്ചു. ഇതാണ് നമ്മുടെ വ്യൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആർക്കിടെക്ചർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്, പറയാതിരിക്കാൻ വയ്യ. നല്ല നല്ല വൃത്തിയുള്ള വെള്ളമാണ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ജയലളിത ആൻഡ് MGR മെമ്മോറിയൽ. കൊള്ളാം, നല്ല അടിപൊളി. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നല്ല ആർക്കിടെക്ചർ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ക്ലീൻലിനെസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ആൾക്കാർ വരുന്ന ആൾക്കാരാണോ ആരോ ഭയങ്കര രീതിയിലൂടെ ഇത്രയും നല്ലൊരു സ്ഥലത്ത് ശരിക്കും ഈ ചെറിയ വെള്ളക്കെട്ടോ ഫൗണ്ടനുള്ള ഭാഗമാണ് കേട്ടോ. ഇവിടെ ഫൗണ്ടനൊക്കെ കാണുന്നത് അവിടെ അത്രയും ചവറുകൾ വാരിയിട്ടുണ്ട്. സോ നമ്മളിനി എന്തായാലും നേരെ മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തോട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ അങ്ങോട്ട് പോവാം. മറീന ബീച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും മറീന ബീച്ചിന് അങ്ങോട്ട് പോവാം. കരുണാനിധിയുടെ മെമ്മോറിയൽ സ്ട്രക്ചറാണിത്. ഇവിടെയും ഒരു വലിയ പാർക്കാണ്, മറ്റേനേക്കാളും കുറച്ചുകൂടി വലിയ പാർക്കാണ് കേട്ടോ. ഇവിടുന്ന് മിനിമം ഒരു 400 മീറ്റർ എങ്കിലും നടക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫ്രം ദ റോഡ് ടു ദ ബീച്ച്. അങ്ങനെ ഈ സ്ഥലമാണ് മറീന ബീച്ചിലെ ഏറ്റവും വീതി കൂടിയ ഭാഗം. ഒരു ആവറേജ് വിട്ടെന്ന് പറയുമ്പോൾ 300 മീറ്ററാണ്. പിന്നെ അങ്ങോട്ടൊക്കെ പോകുന്നതോറും
വിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 200 മീറ്റർ ടിപ്സൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുമാത്രമല്ല ലോകത്തിലേക്ക് 2ാം സ്ഥാനമാണ് മറീന ബീച്ചിൻ്റെ ലെങ്ത്ത് ടോട്ടൽ. ഏകദേശം 6 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് ടോട്ടൽ വരാനുള്ളത്. ഇതോ അവിടെ ചെന്നൈ പോർട്ട്. ഞാൻ വന്നിട്ടുള്ള സ്ഥലം എന്തോ അതാണ് ചെന്നൈ പോർട്ട്. കാണാൻ പറ്റുമെന്തോ 2-3 ക്രെയിനുകൾ കാണാമായിരിക്കും. അതാണ് ഞാൻ വന്നിട്ടുള്ള സ്ഥലം. അവിടുന്ന് വന്നു നേരെ എയർപോർട്ടിൽ പോയി. പിന്നെ ഇവിടെ ഇടയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. എല്ലാ നടന്മാരുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഷാറുഖ് ഖാൻ, തമന്ന എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ഗാന്ധിജിയെ പൊട്ട്. പക്ഷേ പാവം കേട്ടോ, കൊച്ചിന് കൈയില്ല. അപ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ ഏകദേശം അടുത്തെത്തി. ആവശ്യം മസാല പോട്ട്. രണ്ട് വാങ്ങിച്ചു. എവിടെ അമ്മ? 2 ആ മായച്ചേ 120. ഇവിടെ ഇരിക്കും. ചൂട്, ഭയങ്കര ചൂട്. അടുപ്പിൽ നിന്ന് എടുത്ത് നേരെ വാക്കിയത്. ചുടണത് ഇവിടെ വെള്ളക്കട ഒന്നുമില്ല, ഉപ്പും മുളകും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ല ഫ്രഷ് ചോളം കൊള്ളാം. ഇവിടെ ചുട്ടും കൊടുക്കും, വേവിച്ചും കൊടുക്കും കേട്ടോ. അവിടുത്തെ ബീച്ചിൻ്റെ അവസ്ഥ ഉണ്ടാ, മൊത്തം ചവറാണ്. ഇത്രയും വൃത്തികെട്ട ബീച്ച് ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. എവിടെ ഉണ്ട്? നമ്മളവിടെ നിന്ന് ഇങ്ങനത്തെ ബീച്ചൊന്നും ഇത്രയും വൃത്തികെട്ടതായിട്ടില്ല. ഉണ്ട്, അവിടെ മൊത്തം ചവറാണ്. സോ ഗൈസ്, ഇപ്പോൾ ഇവിടുത്തെ എക്സ്പ്ലോറിംഗ് ഒക്കെ ഒരുവിധം സമാപ്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ബീച്ചിൽ നിന്ന് എന്തായാലും കാരണം ഭയങ്കര റഷും പലതരം ഭയങ്കര ചവറും ഒക്കെ ആയിട്ട് ഇനി നമുക്ക് തിരിച്ച് പോവാം. പക്ഷേ നമ്മൾ വരാത്തൊരു വഴി കൂടിയാണ് വരുന്നത് കേട്ടോ. നമ്മൾ അപ്പുറ സൈഡിൽ കൂടെ വന്നെങ്കിൽ ഇപ്പുറ സൈഡിൽ കൂടെ ഫുള്ള് ഇതാണ്, സ്റ്റോളുകൾ കാണിച്ചു തരാം. വാങ്ങിച്ചോ, കുറച്ചോ കൊള്ളാല്ലേ. വാട്ടർ ഊറ്റിട്ട് ഊതുന്ന നാച്ചുറൽ കുരിയ സൗണ്ട്. 350 രൂപ, 60 രൂപ. അങ്ങനെയല്ല വീശണത്, വിരിച്ചിട്ട് വീശ. ഇങ്ങനെ വിരിച്ചു. ഈ വഴി ഇത്രയും ദൂരം നടന്നിട്ടും അതൊക്കെ കൂടെ നമ്മളെ രണ്ടുപേരെയും ഒന്ന് പിടിച്ചു നിർത്തിയൊരു സാധനം അവിടുത്തെ സിവിനിയർ ഷോപ്പായിരുന്നു. അവിടുന്ന് 1-2 സാധനം വാങ്ങി. 2 സാധനം
ആ ഫാന് വേണോ? ഫാൻ എവ്വളോ? 200 രൂപ. ഓ 200. ഇത് 200 രൂപ. കൊള്ളൊക്കെ പച്ചയൊക്കെ. ആ പച്ച കളറ് അതേ ഉള്ളൂ. അത് 250 இந்த ஐட்டம் போகிறோம் 250. ആ വലതെല്ലാം 250. ഇത് പറഞ്ഞു ഇത് 250. ഇത് മാറ്റണോ? ഇത് വലുത്, ഇത് വേണ്ട. ബാഗിലൊക്കെ ഇടാൻ പറ്റും. അത് നല്ലതാണ്. ആ പച്ച എടുക്കണല്ലേ? ഇതെടുത്തോ. ബാറ്ററിയാ? ഓ ഈ ടൈപ്പ് ചാർജ്. ഓക്കെ. பெரிய പിന്നുണ്ടോ? தரும் செட்டோட தரும். 250 ആണല്ലേ? ஆமாம் 250. മരുന്ന് വെച്ച് കുടിച്ചിട്ടുണ്ടോ? ഓ കുടിക്കാം. ഓ ഡയറക്റ്റ്. ഭയങ്കര മധുരം. അങ്ങനെ നമ്മൾ നടന്ന് റോഡെത്തി അങ്ങനെ തളർന്ന് വന്നിട്ട് വന്ന വഴിയിൽ ലാസ്റ്റ് പോയിന്റ് കുറേശ്ശെ കരിമ്പ് ജ്യൂസ് കുടിച്ചു. ഗന്നേക്ക ജ്യൂസ്. മറീന ബീച്ചിൽ നടത്തുമ്പോൾ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. നല്ല വിശന്നിട്ടാണ്. നല്ല ടൈം പാസിന് പറ്റിയ സ്ഥലം കേട്ടോ. ഭയങ്കര സുന്ദരമായ അങ്ങനെ വ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ വലിയ ഭംഗിയുള്ള സ്ഥലമൊന്നുമല്ല, പക്ഷെ ഉള്ള ഭംഗി നശിപ്പിക്കാൻ വേണ്ടി കുറേ പേരുണ്ട് ചവറും കാര്യങ്ങളായിട്ട്. മെയിൻറ്റെയിനിങ് ഇല്ല, അതായത് വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല റഷാണ്, നിന്ന് തിരിയാൻ സ്ഥലമില്ല. വെനസ്ഡേ അതായത് വീക്ക് ഡേയ്സിൽ ശരിക്കും ഒരു 30,000 അടുപ്പിച്ച ആൾക്കാരൊക്കെയാണ് സാധാരണ വരാറ്. അല്ലാതെ ഈ വീക്കിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മുടെ ശനിയാഴ്ച ഞായറാഴ്ച സമയത്തൊക്കെ 50,000 60,000 കണക്കിന് ആൾക്കാരാണ് വരാറുള്ളത്. സോ നല്ല ചൂട്, നല്ല ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. സോ ഇനി നമ്മൾ പോകുന്നു. പോലീസാ നോക്കാം എന്നാ പോയി നോക്ക് പോ. ഇത് ഈവിളൈയുടെ ആംഗ്ലേറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈവിളൈ. ആംഗ്ലേറ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് ജോഡി 80 റുപ്പീസ്. ഇത് ഞാൻ ഈ മോഡൽ തിരക്കിക്കൊണ്ട് നടക്കിയിരുന്നു, ഓൺലൈനിലൊക്കെ നോക്കി കിട്ടിയില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് എങ്ങോട്ടാണ്? ഇനി എങ്ങോട്ടാണെന്ന് നമുക്കറിയില്ല. എന്തായാലും 6:57 ഇനി നമ്മളൊരു കൊട്ടുപോട്ട് നോക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാനിരിക്കാറുണ്ട്. അതെ, ആക്ച്വൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം, വരും ബ്ലോഗിൽ കാണാം. അപ്പം ബീച്ചിൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ്. ഓക്കെ, അപ്പം ശരി.